നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മല്ലിയെയാണ്. മല്ലിയുടെ ഇലയും ഫലവും കറി മസാലകളിൽ ഉപയോഗിച്ചു വരാറുണ്ട്. രുചിയെ വർദ്ധിപ്പിക്കുവാനും ദാഹത്തെ ശമിപ്പിക്കുവാനും ദഹനശക്തിയെ ഉത്തേജിപ്പിക്കുവാനും മല്ലി ഉപയോഗിക്കുന്നു എന്ന് വൈദ്യശാസ്ത്രം പറയാറുണ്ട്. അതുകൊണ്ടാകാം നിത്യജീവിതത്തിൽ ഇത്രയേറെ പ്രാധാന്യം നമ്മൾ മല്ലിക്ക് കൊടുത്തു വരുന്നത്. എപ്പിയേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം കൊറിയാൻഡ്രം സറ്റൈവം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ധാന്യക, ഛത്രം, വിതുന്നക എന്നൊക്കെയാണ് നാമധേയങ്ങളുള്ളത്. 300 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലുമാണ് മല്ലി കൂടുതലായി വളരാറുള്ളത്. ഇന്ത്യയിലുടനീളം വൻതോതിൽ ഇത് കൃഷി ചെയ്യപ്പെടാറുണ്ട്. 30 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ നീളത്തിലാണ് മല്ലി വളരാറുള്ളത്. ഇതിൻ്റെ ഇലയാണ് പ്രത്യേകത. വളരെ സുഗന്ധപൂരിതമാണ് ഇലയ്ക്കുള്ളത്. ഇതിൻ്റെ താഴത്തെ ഇലകൾ വളരെ വീതി കൂടിയതും അഗ്രത്തേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞതും വേർപെടുത്താൻ സാധിക്കാത്തവയുമാണ്. ഇതിൻ്റെ പുഷ്പങ്ങൾ വളരെ ചെറുതും വെള്ള കലർന്ന പച്ച നിറത്തോടും കൂടിയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫലം ഗോളാകൃതിയിലാണ്. നമുക്കേവർക്കും അറിയാവുന്ന മല്ലി. ഇത് നേത്രരോഗങ്ങൾക്ക് ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ ഫലത്തിൽ ബാഷ്പശീലമായൊരു തൈലം അടങ്ങിയിട്ടുണ്ട്. അതിൽ കൊറിയാൻഡ്രിൻ, ജെറാനിയോൾ തുടങ്ങിയ ആൽക്കലോയിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഇല, ഫലം എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. മല്ലി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് കൊത്തമ്പാല എന്നൊക്കെ പറയും. സാമ്പാറിൽ അരയ്ക്കുന്ന കൊത്തമ്പാലയാണ് ഏറെ. പിന്നെ മല്ലിക്കാപ്പി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ മല്ലി എന്ന് പറയുന്നത് അതൊരു ദീപനമാണ്. മല്ലിക്കാപ്പി കഴിച്ചു കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടാവും, ദീപനമാണ്. പിന്നെ ഈ മല്ലിയുടെ ഇല നമ്മൾ ഈ കറികളിലൊക്കെ ഇടും. അതും നല്ല വിശപ്പ് ഉണ്ടാവാൻ, അതുപോലെ ഈ നല്ല ആഹാരമൊക്കെ ധാരാളം കഴിച്ചാൽ പെട്ടെന്ന് ദഹിക്കുന്നതാണ്. ഒരു ദീപനമാണ് അതിനോട്. അത് തന്നെ ഈ മല്ലി ജ്വരമുള്ള പനിയുള്ള കണ്ടീഷനിൽ ഈ മല്ലി കഷായം വെച്ചിട്ട് വേണമെങ്കിൽ അകത്തേക്ക് കഴിക്കാം. അതുപോലെ ഈ ചൂടുള്ള കാലത്ത് അതേസമയം ഈ കുറച്ച് ശീതമാണത്. കണ്ണിൽ ഈ ധാര ചെയ്യും. കൊത്തമ്മാല ഇട്ട് വെള്ളം ഇപ്പോൾ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന സമയത്ത് കണ്ണിൽ ഒരു പഴുപ്പും ചുട്ടുതീറ്റിലൊക്കെ വരും. അപ്പോൾ ഈ കൊത്തമല്ലി ഇട്ട് വെള്ളം വെച്ച് കണ്ണിൽ ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ ഈ വേനൽക്കാലത്തും ഇതുപോലെ ഈ കൊത്തമല്ലി ഇട്ട് വെള്ളം എടുത്തിട്ട് അത് കണ്ണിൽ ധാര ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിലുണ്ടാകുന്ന ഈ ചൂട് കുറയും. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിലധികം വർക്ക് ചെയ്യുന്ന ആൾക്കാർ, IT-ലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കണ്ണിന് കഴപ്പുണ്ടാകും. ആ കഴപ്പുള്ള ആൾക്കാർക്ക് ഈ മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കണ്ണ് കഴുകുന്നത് വളരെ നല്ലതാണ്. കണ്ണ് നല്ല ഊർജ്ജം കിട്ടും. അല്ലെങ്കിൽ കണ്ണ് നല്ല തണുപ്പും ഒരു കുളിർമയും കിട്ടും. അതുപോലെ തന്നെ ഈ മല്ലിയുടെ ഇല, ഈ മോണപ്പഴുപ്പുള്ള ആൾക്കാർക്ക് മല്ലിയുടെ ഇല ചതച്ചിട്ട് ഇങ്ങനെ പൽപ്പൊടി പോലെ തേച്ച് പിടിപ്പിച്ച് കുലുക്കുഴിഞ്ഞ് കഴിഞ്ഞാൽ മോണപ്പഴുപ്പിന് നല്ല ആശ്വാസം കിട്ടും.